ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? നോമ്പൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മുതലാണ് ഞാൻ വീണ്ടും വീഡിയോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വന്നതുകൊണ്ട് അതിന് പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എഡിറ്റിങ്, ഈ വീഡിയോ എഡിറ്റിങ് എല്ലാം കൂടി എനിക്ക് ഒത്തുകൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഈ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ മുതൽ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിന് 3 മണിക്ക് അഫിയുടെ സ്കൂൾ വിട്ട് 3:30 ആയപ്പോൾ അവനെ പോയി കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് കിച്ചണിലേക്ക് കയറിയത്. ഉച്ച സമയത്തൊന്നും ഈ കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അമ്മാതിരി ചൂടാണ്. ഈ വൈകിട്ടായിട്ട് പോലും അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു പുകച്ചിലാണ്, ചൂടും ഇത് കാരണം ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ഈ തീയുടെ ചൂടും എല്ലാം കൂടി ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് പണിയെടുക്കൽ. പിന്നെ മഴക്കാർ അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ പുട്ടും അതുപോലെ തന്നെ കടല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. ഇവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബീഫും അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കടലക്കറി ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം അതൊന്ന് പൊടിയൊന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ആറിയപ്പോഴേക്കും നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് മാറ്റി വെച്ചു. പിന്നെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവോളയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്ത് പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചു. അതുപോലെ തന്നെ ചീനിച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് വറ്റൽമുളകും ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടിയും മീറ്റ് മസാലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കടലക്കറിയിലേക്ക് താളിച്ച് ഒഴിക്കുകയാണ് ചെയ്തത്. അതുകൂടാതെ തന്നെ നമ്മൾ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് നാരങ്ങ വെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെച്ചു. അതുപോലെ തണ്ണിമത്തങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ട് മറ്റേ പോലെ എല്ലാം ഉണ്ടാക്കണം, ഇതുപോലെ ജസ്റ്റ് ആവി കയറ്റി എടുക്കുന്നുള്ളൂ. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് കഴിയും. അതായത് ആദ്യം ഒന്ന് തേങ്ങ ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ ഈ പൊടി വെച്ചു, പിന്നെ തേങ്ങ ഇട്ടു, അതിൻ്റെ മുകളിൽ പൊടി വെച്ചു. അങ്ങനെ ലെയറായിട്ടാണ് കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. പിന്നെ ആ ഒരു പാത്രം കാണുമ്പോഴത്തേക്ക് ഇഡ്ഡലി പാത്രത്തിന് മൂടി അവിടെ പോയി എന്നൊക്കെ ചോദിച്ച കമൻറ്റ് ഉണ്ടായിരുന്നു. അത് എന്തോ ചളുങ്ങും എന്തോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് അത് അടഞ്ഞിരിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വേറെ മൂടി യൂസ് ചെയ്യുന്നത്. പിന്നെ തുണിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എല്ലാം മടക്കി വെച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് അലമാരിയിൽ വെച്ചു. പിന്നെ ഇത് കറക്റ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഉടക്കി എടുക്കണമെന്ന് വിചാരിച്ചത് മാറ്റി വെച്ചതാണ്. പിള്ളേർ രണ്ടുപേരും പുറത്ത് നല്ല കളിയാണ്. അപ്പുറത്ത് വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും അമ്മായി ജീരകക്കഞ്ഞിയും ഇന്ന് അമ്മായി കൊണ്ടുവന്നില്ല, അഫി പോയി വാങ്ങിക്കുവാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ എല്ലാം ടേബിളിൽ എടുത്തു വെച്ചു. ബാങ്ക് വിളിച്ചപ്പോഴേക്കും നോമ്പ് തുറന്നു. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.